ഇപ്പോൾ എറണാകുളം എം പി ഹൈബി ഈഡൻ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു, ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമാണ്. വലിയ മണ്ടത്തരമാണ് ആ പറയുന്നത്. ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്. അല്ല. ഇന്ന് ഇന്ത്യയിൽ 58,000-ഓളം കേസുകൾ വഖഫ് മാനേജ്മെന്റ് ആ പോർട്ടലിൽ തന്നെയുണ്ട്. 58,000-ഓളം കേസുകൾ. ഇനി വഖഫ് ട്രൈബ്യൂണലിൽ 12,000-ഓളം കേസുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എത്രയായി? 70,000 കേസുകൾ അങ്ങനെയുണ്ട്. ഇനി വഖഫിൻ്റെ പക്കൽ ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ഇന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 165-ഓളം കേസുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത്? ഏതാണ്ട് 100,000-ഓളം കേസുകൾ ഇന്ന് നിലവിൽ വഖഫിൻ്റെ അധിനിവേശ നിയമമനുസരിച്ചുള്ള അധിനിവേശ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്നുണ്ട്. ചെറായിയുടേത് അതിൽ ഒരെണ്ണം മാത്രമാണെന്നേ. അപ്പം എങ്ങനെ അത് അപൂർവമാകുന്നത്? പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാനുള്ള ശ്രമമാണ്. ഞാൻ ചോദിക്കുന്നത്, ചെറായിലെ ജനം ഈ പ്രശ്നത്തിൽ കിടക്കുന്ന സമയത്താണല്ലോ ലോകസഭയിൽ ഭേദഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത്. ശരി, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ആ ബില്ല് അവരുടെ താല്പര്യപ്രകാരമുള്ളതാണ്, ഒരു സംശയം എനിക്കില്ല. നരേന്ദ്രമോദി സർക്കാർ അവരുടെ താല്പര്യപ്രകാരമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഭേദഗതി ആവശ്യമാണ് എന്ന് കോൺഗ്രസിന് കൃത്യമായ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടല്ലോ. ചെറായി മുനമ്പം സ്ഥലത്തിൻ്റെയും MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡന് ഭേദഗതി ഇല്ലാതെ ഇത് തിരുത്തപ്പെടാനാവില്ല എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. CPM അത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഭേദഗതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നരേന്ദ്രമോദി പറയുന്ന ഭേദഗതിയല്ല. പാർലമെൻറ്റിൽ ഹൈബി ഈഡൻ എഴുന്നേറ്റ് എന്ന് പറയേണ്ടതായിരുന്നു, എൻ്റെ ജനവും ഈ വഖഫ് നിയമം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഇത് മതേതരത്വത്തിന് നിരക്കാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് മതേതരത്വത്തിന് നിരക്കുന്ന രീതിയിൽ ഈ ലെജിസ്ലേഷൻ ഭേദഗതി നടത്തണം. നരേന്ദ്രമോദി പറയുന്നത് പോലെ അല്ലെന്നേ, BJP സർക്കാർ ആഗ്രഹിക്കുന്ന പോലെ അല്ലെന്നേ. ഇന്ന നിയമങ്ങളിലാണ് പ്രശ്നമുള്ളത്, അത് തിരുത്തണം എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ പരിഹാരം എന്ന് ഞാൻ പറയുന്നത് അത് വഖഫിൻ്റെ ഔദാര്യത്തിൽ ആശ്രയിച്ചുള്ള പരിഹാരമല്ല. നിയമത്തെ കാണാതെ കോടതി ഒരു ഔദാര്യപൂർവമായി സഹാനുഭൂതിപരമായി മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു നിലപാട് കോടതിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? നിയമം മറന്നുകൊണ്ട് കോടതിക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള നിലപാടല്ല. മൂന്നാമത്, ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്. ഭേദഗതി ഇല്ലാതെ റിയലായിട്ട് ഈ ഇഷ്യൂസ് പഠിച്ച് ഗൗരവമായിട്ട് മാറ്റങ്ങൾ വരുത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല.